ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണം കൂടാൻ പോവാണ്. രാവിലെ തന്നെ റിതൂട്ടനെ ഒരുക്കി ഞങ്ങൾ ഇറങ്ങി. കല്യാണ സ്ഥലത്തേക്ക് ഇത്തിരി ദൂരമുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേട്ടന്റെ കല്യാണമാണ്. ബസ്സുകൾ നിരനിരയായി കിടക്കുകയാണ്. 1-2 ബസ്സൊക്കെ ഫുള്ളായി. അപ്പോൾ സീറ്റ് ഉള്ള ഒരു ബസ്സിലേക്ക് ഞങ്ങളും കയറി. റിതൂട്ടൻ 2ാം തവണയാണ് ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. വലുതായിട്ട് ടെറർ ആവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ചെക്കൻ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഔട്ട്. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി. റിതൂട്ടന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആഹാരമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചത് കൊണ്ട് ഉറങ്ങുമെന്നാണ് കരുതിയത്. എവിടുന്ന് അവൻ ഉറങ്ങിയതേ ഇല്ല. എന്നാലും രാവിലെ എവിടേക്കായിരിക്കും എന്നാണ് റിതൂട്ടൻ ചിന്തിക്കുന്നത്. പാട്ടിടാനുള്ള വെയിറ്റിംഗിലാണ് അവൻ. ഡാൻസ് എന്നും അവക്കൊരു ഹരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവളുടെ വൈബിലുള്ള ആരെയും കിട്ടിയില്ല. അതിന്റെ ചെറിയൊരു സങ്കടമുണ്ട്. അങ്ങനെ മാമന്റെ നിർബന്ധപ്രകാരം ആവണി കളത്തിലിറങ്ങി. ആടാട് സോങ് ഇട്ടപ്പോഴത്തേനും കയ്യിന്ന് പോയി. ഏട്ടനും ഒട്ടും മോശമല്ല. ബസ്സിന് ചെറിയൊരു കുലുക്കം ഇല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പയുടെ കയ്യിലേക്ക് റിതൂട്ടൻ ചാടി. അവനും ബോറടിക്കില്ലേ. പിന്നെ ഡാൻസേഴ്സ് ഒക്കെ തളർന്നു. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. വെളിയത്ത് വെച്ചായിരുന്നു കല്യാണം. മാത്രമല്ല നമ്മൾ വന്നിടത്ത് 2 കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് മാറി പോയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയമാണ്. റിതൂട്ടനെ അവന്റെ അച്ഛമ്മ കൊണ്ടുപോയി തൊഴിവിച്ചു. അതാണ് ചന്ദനമൊക്കെ തൊട്ട് വന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഒക്കേഷനൊക്കെ പോകാൻ അവന് ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാവരും സീറ്റ് പിടിച്ചിട്ടുണ്ട്. റിതൂട്ടനാണെ കുറച്ചു നേരം മടിയിലിരിക്കും, പിന്നെ താഴെ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ ഓരോരോ കളിയിലാണ്. കല്യാണത്തിനുള്ള സമയം ആകുന്നേ ഉള്ളൂ. അവന് സമയം പോണ്ടേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റിതൂട്ടൻ എന്റെ മടിയിലേക്ക് കയറി. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് അവൻ നോക്കുന്നത്. കല്യാണമാണെന്നൊന്നും അവൻ അറിയില്ലല്ലോ. അങ്ങനെ കല്യാണ ചെക്കൻ എത്തി. ഇനി ഒരാൾ കൂടി വന്നാൽ മതി. വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണ് തന്നെ. വരനെ സ്വീകരിച്ചു കൊണ്ടുവന്നതാണ്. ഫോട്ടോ ചേട്ടന്മാരുടെ അനുവാദം ഇല്ലാതെ നീങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെക്കൻ സ്റ്റേജിലേക്ക് കടന്നു. ഇതാണ് കല്യാണ ചെക്കന്റെ ഫാമിലി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കല്യാണപ്പെണ്ണും എത്തി. ഞങ്ങൾ ഇത്തിരി പിറകിലാണ് ഇരുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ കാണാം. അവർ ഭാവി ജീവിതത്തെ പറ്റി ചിന്തിക്കട്ടെ. ഞങ്ങൾ സദ്യയിലും. രാവിലെ ഇറങ്ങിയതാണേ, വല്ലാത്ത വിശപ്പ്. അങ്ങനെ കേട്ട് കഴിഞ്ഞു. കല്യാണപ്പെണ്ണ് എന്റെ റിലേറ്റീവ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എവിടെയാ കഴിക്കേണ്ട സ്ഥലവും നോക്കാം. 2 കല്യാണം ഉള്ളതുകൊണ്ട് മാറി പോകുന്നായിരുന്നു സംശയം. അങ്ങനെ ഞങ്ങൾ തേടി പിടിച്ച് സദ്യക്കരികിലെത്തി. ഇനി വയറ് നിറച്ച് കഴിക്കട്ടെ. സദ്യ കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. ബസ്സിലാണെങ്കിൽ ഉടുക്കത്തെ ചൂട്. റിതൂട്ടൻ അവന്റെ അച്ചാമ്മയുടെ കയ്യിലാണ്. ബസ് സ്റ്റാർട്ടായാലേ രക്ഷയുള്ളൂ. നല്ല ചൂടാണ്. എല്ലാരും സദ്യ കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. റിതൂട്ടൻ കുറച്ചു നേരം ഉറങ്ങി. അവന് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.